ഇത് കുറച്ചു മുന്നേ ശ്യാമ എനിക്ക് അയച്ചു തന്നതാ. ഇനി എന്താ ഐശ്വര്യക്ക് പറയാനുള്ളത്? ഞാനിനി ആരുടെ പരാതിയാ കേൾക്കേണ്ടത്? ആരെയാ അറസ്റ്റ് ചെയ്യേണ്ടത്? പറയൂ. ഐശ്വര്യ എന്തിനാ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത്? പറയടി. അത് മാഡം അല്ലല്ല മാഡം, ഞാൻ പറയാം. അത് വാശിക്കാം. ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരില് വസുന്ധരാമ സ്വത്ത് എഴുതി വെക്കാതിരിക്കാന്. അത് മാത്രമാണോ കാര്യം? അരുണിനെ കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ അമ്മ ശ്രമിക്കുക. അത് മറന്നൂടാ. അപ്പൊ ഇവര് മനപ്പുറം നീ കൊല്ലാനാ ശ്രമിച്ചതല്ലേ? അതാരാ? അതേത് ആവശ്യമില്ലാത്ത കൊള്ള. സാരില്ല. മൈ ഡിയർ മമ്മി. ഹലോ മോളെ, ഫോൺ എടുക്കാൻ എന്താ ഇത്രയും വൈകിയേ? നിന്റെ അമ്മായിയമ്മ വസുന്ധര തീർന്നോ? കൂട്ടത്തിൽ ആ ശ്രീകുട്ടി അങ്ങ് പോയോ? പറ മോളെ, കേക്കട്ടെ. പിള്ളേർക്ക് കേക്കട്ടെ, പറയും മോളെ. നിങ്ങൾ എവിടെയുള്ളേ? എന്താ മോളെ ശബ്ദം വല്ലാതിരിക്കുന്നേ? മമ്മി, നിങ്ങൾ എവിടെന്നാ ചോദിച്ചേ? എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? മമ്മി പോലീസാ, ഇങ്ങനെയൊന്നും പറയല്ലേ. മാഡം, എല്ലാ സത്യങ്ങളും ഇപ്പൊ മാഡത്തിന് ബോധ്യമായല്ലോ അല്ലേ? ഇവള് മാത്രമല്ല, ഇവളുടെ മമ്മിയും തരികിടയാ. അവരെയും ഞാൻ പിടിക്കുന്നുണ്ട്. എന്നാ പോകാല്ലേ? ഇനി എന്തിനാ വൈകിക്കുന്നേ മാഡം? ഈ ശല്യം ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം മാഡം. ഇവളെ പിടിച്ച് വണ്ടി കയറ്റേ. നിക്കടി അവിടെ. വന്ന് വണ്ടി കയറി അടങ്ങി നിക്കടി. വാടി ഇങ്ങോട്ട്. ശ്യാമേ, എന്നെ കൊണ്ടുവരുന്നു പറ ശ്യാമേ. ഇവരെന്നെ കൊല്ലും. വീടെന്നെ നീ നോക്കിക്കോ. ഞാൻ തിരിച്ചു വരും ശ്യാമേ. നിന്നെ ഞാൻ വിടില്ല. ഇങ്ങോട്ട് വാടി. വരാൻ ഇങ്ങോട്ട്. നടക്കടി ഇങ്ങോട്ട്. എന്നെ വിടാൻ. അധികം ബലം പിടിക്കണ്ട. കുറച്ച് വെള്ളം അങ്ങെടുക്കോ. നിന്നോടാ പറഞ്ഞേ, ഒന്ന് വെള്ളം എടുത്താ. അമ്മേ, ഇതാ അമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. അമ്മേ, എന്നാ ഞാൻ പൊക്കോട്ടെ? നിക്ക്. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകി മോളെ. സത്യത്തില് അരുണിന്റെ ജീവിതത്തില് മോളായിരുന്നു വേണ്ടിയിരുന്നത്.
എന്നാ അരുണോ ഇവിടെയുള്ള ആരും ഇങ്ങനെ വിഷമിക്കില്ലായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. മുന്നോട്ടിനി എന്താ വേണ്ടേ? അതാ നമുക്കിനി ചെയ്യേണ്ടേ. ആനന്ദേട്ടൻ വരട്ടെ. അത്യാവശ്യമായി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അരുണിന്റെ ജീവിതത്തിൽ ഇനി അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര് മാത്രം മതി. മുത്തശ്ശി, ടാബ്ലറ്റ് കഴിക്ക്. വേണ്ട മോളെ, അവിടെ വെക്ക്. ഞാൻ ടാബ്ലറ്റ് പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ കഴിക്കണം. മുത്തശ്ശിക്ക് വേദന ഉള്ളതാ. ടാബ്ലറ്റ് കഴിക്കാൻ മറക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ദാ. എന്നാ ശരി, കഴിക്കാം. കഴിച്ചു. ടാബ്ലറ്റ് കഴിച്ചു. ഇനി മുത്തശ്ശി ഊണ് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. അത് പറ്റില്ല. മുത്തശ്ശി വന്നേ. എവിടെ ഇരുന്നേ? വാ, ഇരിക്കും മുത്തശ്ശി ഇവിടെ. ഇതാ യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹം എങ്ങനെയാ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റുക? ഇനി എന്റെ ശ്രീകുട്ടി മോളെ ഞാൻ വിഷമിപ്പിക്കില്ല, ഒരിക്കലും വിഷമിപ്പിക്കില്ല. മോക്ക് അമ്മ മാത്രം പോരാ, അച്ഛനും കൂടി വേണം. എന്റെ അച്ഛനോ? അതാരാ മുത്തശ്ശി? പറ മുത്തശ്ശി, അതാരാ? അത് മോളെ, പറ മുത്തശ്ശി, കേക്കട്ടെ. മോൾക്ക് അച്ഛനുണ്ട്. ആരാ അത്? ആരാ മുത്തശ്ശി? താമസിയാതെ മോൾ അറിയും. മുത്തശ്ശി പറയില്ലല്ലേ? പറയും മോളെ, ഉറപ്പായിട്ടും പറയും. ഇപ്പോഴല്ല, അതിനുടൻ സന്ദർഭം ഉണ്ടാവും. അന്ന് ഞാൻ പറയും. അതുവരെ മോൾ ക്ഷമിക്ക്. മോള് വന്നേ. മുത്തശ്ശി, എനിക്ക് വിശ്വാസ. താമസിയാതെ എന്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞു തരണേ മുത്തശ്ശി. ഞാൻ ഏറ്റൂന്ന് പറഞ്ഞില്ലേ? മോള് വാ. കണ്ണ, ഈ ശ്രീകുട്ടി അശ്വതീച്ചി അനുഗ്രഹിച്ചു തുടങ്ങിയല്ലോ. ഭഗവാനെ, ഇപ്പൊ എനിക്ക് ബോധ്യായി, ഉറപ്പായും ബോധ്യായി നിന്റെ ശക്തി അപാരമാണെന്ന്. ഒടുവിൽ നീ തന്നെ സത്യങ്ങൾ തെളിയിച്ചു. എനിക്ക് സമാധാനമായി. എന്റെ മോൾക്കും ശ്യാമയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഭഗവാനെ. എന്റെ ശ്യാമേ, എനിക്കിപ്പോ എന്തുമാത്രം സന്തോഷമായെന്നോ. എന്നാലും ആ ചെടിച്ചട്ടീന്റെ കുഞ്ഞിന്റെ തലയിൽ വീണിരുന്നെങ്കിൽ എന്റെ മോള്, ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്ന ശ്യാമേ? കണ്ണന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ശ്രീകുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് ഭാഗ്യം. അതെ ശ്യാമേ, എന്റെ മോളെ രക്ഷിക്കാൻ ദൈവം കൃത്യസമയത്ത് ശ്യാമയെ അവിടെ എത്തിച്ചതാ. സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്തൊരു സംശയം തോന്നുക ശ്യാമേ. എന്താ പറയൂ? നമ്മൾ രണ്ടാളും കഴിഞ്ഞ ജന്മത്തിൽ ഒരമ്മയുടെ മക്കളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, ശ്യാമ എന്നെ എന്തെല്ലാം ആപത്തിന്ന് രക്ഷിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഞാനും മോളും ജീവനോടെ ഉള്ളത് തന്നെ ശ്യാമയുടെ കരുണ. അതിനെയാ സ്നേഹം എന്ന് പറയുന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നൊന്നുമില്ല,
മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയും. അപ്പോഴാ ദൈവം യഥാർത്ഥത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നത്. ഇനി ചേച്ചിക്ക് ഇവിടെ ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ടിരിക്കണം. താമസിയാതെ അരുണേട്ടന്റെയും ചേച്ചിയുടെയും വിവാഹം നമ്മുടെ അമ്മ തന്നെ നടത്തിത്തരും. ചേച്ചി അത്രയ്ക്ക് അനുഭവിച്ചില്ലേ? ഒരാളെ ദൈവം എന്നും അങ്ങനെ പരീക്ഷിക്കില്ല, അത് ഉറപ്പാ. സൗകര്യം പോലെ ഞാനും അഖിൽ സാറും കൂടി അമ്മയോട് ഇതേപ്പറ്റി സംസാരിച്ചോളാം. അയ്യോ ശ്യാമ, അത് പിന്നെ നമ്മുടെ ശ്രീകുട്ടി, അവളെ പിരിഞ്ഞിരിക്കാനേ അമ്മയ്ക്കിപ്പോ പറ്റില്ല. മുത്തശ്ശി മോളും അത്രയ്ക്ക് അടുപ്പോ. അരുണേട്ടനും ഐശ്വര്യടുത്തേയും ഇനി ഒരിക്കലും യോജിക്കില്ല. ഡിവോഴ്സ് ഉടനെ നടക്കും. എന്തായാലും താമസിയാതെ ഒരു താലികെട്ടും വിവാഹസദ്യയൊക്കെ ഉടനെ പ്രതീക്ഷിക്കാം. അശ്വതീച്ചയുടെയും അരുണേട്ടന്റെയും വിവാഹം ഇനി ക്ഷേത്രത്തിൽ വെച്ച് വേണോ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ? എന്താ ചേച്ചിയുടെ അഭിപ്രായം? കേക്കട്ടെ. ഒന്ന് പോ ശ്യാമ. ഓ, പറഞ്ഞപ്പോ പെണ്ണിന് നാണം വന്നല്ലോ. ശ്യാമയുടെ ഒരു കാര്യം. എന്താ ഇപ്പൊ അരുണേട്ടനെ കാണണം തോന്നുന്നുണ്ടോ? ഇതും പറഞ്ഞ് രണ്ടുപേർക്കും കൂടി കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ. ഈ ശ്യാമയുടെ ഒരു കാര്യം. ഞാൻ പോവാ. ഈ നിക്ക്. അങ്ങനെ പോയാലോ? മുഖത്തെ നാണം ഞാനൊന്ന് കാണട്ടെ. ഞാൻ പോവാ ശ്യാമ. നിക്കാം ചേച്ചി, നിക്കാം. എന്റെ കൃഷ്ണ, ഒന്ന് നിന്നെ. നിങ്ങളോട് തന്നെ. അല്ല, എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അഹങ്കാരം കാണിക്കാതെ മര്യാദക്ക് ഇവിടെ നിന്നോ. SI മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ആളെ ശരിക്കും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ആർക്ക് മനസ്സിലായിട്ടില്ലെന്നാ പറയുന്നേ? എന്നെ തന്നെ. ഞാൻ മിസ് കേരളയായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? കൊലപാതക കേസിന് അകത്തല്ലേ? എന്താ ഏതാന്നറിയാതെ എടുത്തു ചാടി എന്നെ അറസ്റ്റ് ചെയ്ത SI ശരിക്കും അറിയും. നോക്കിക്കോ. ഈ പൊങ്ങച്ചൻ കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. ദേ, അവിടെ നിക്ക്. ഛേ. അതെ, ആരാ ഇവിടുത്തെ SI? എന്താ നിങ്ങളുടെ കാര്യം? പെറ്റീഷൻ വലുതാണോ? പെറ്റീഷനൊന്നുമില്ല. എനിക്ക് SI ഒന്ന് കാണണം. കാര്യം പറയൂ. എന്റെ മോളെ അനധികൃതമായിട്ട് ഇവിടെ പിടിച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. ആരാ? എന്താ അറിയണ്ടേ? SI അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ മോൾ ഐശ്വര്യ എവിടെ? എനിക്ക് എന്റെ മോളെ കാണണം. എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം. ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ. സംസാരിക്കാൻ പറ്റില്ല ഇപ്പോ. ഞാൻ സംസാരിക്കും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഇല്ല, ഞാൻ പോയി കാണും. പോലീസിനോട് കയർത്ത് സംസാരിക്കുന്നു. കൈവിടാനാ പറഞ്ഞത്. വിടുക. അയ്യോ. പറഞ്ഞില്ലേ നിന്നോട്? അയ്യോ. അടിക്കില്ല. അടിക്കില്ല. അയ്യോ, അടിക്കില്ലേ. എന്നെ ഇങ്ങനെ തല്ലല്ലേ. ഞാനൊരു പാവം. ഇവിടെ പിടിച്ചകത്തിട്. അയ്യോ മാഡം, വേണ്ട. പോലീസ് SIക്ക് നേരെ വധശ്രമം. കേസ് ചാർജ് ചെയ്യും. അയ്യോ വേണ്ട മാഡം. നടക്കണേ ഇങ്ങോട്ട്. നടക്കാൻ. കേരളേ ഇങ്ങോട്ട്. സ്റ്റേഷനിൽ വന്ന് ജാള സ്ത്രീ സുരക്ഷയ്ക്ക് നല്ലൊരു നിയമം ഉണ്ടെന്ന് കരുതി മുൻപ് നീ എന്നെയും പറ്റിച്ചു അല്ലേ? ഇല്ല മാഡം, ഇനി കള്ളം പറയില്ല. നിന്നെ പോലുള്ളവരാണ് നിയമം മിസ്യൂസ് ചെയ്യുന്നത്. നിനക്ക് ശരിയാക്കും. വേണ്ട മാഡം, ഞാൻ ഈ കാല് പിടിക്കാം. ഇനി തെറ്റൊന്നും ചെയ്യില്ല. രണ്ടെണ്ണം അടങ്ങി ഒതുങ്ങി നിന്നോണം. മനസ്സിലായി മാഡം, മനസ്സിലായി. ഇല്ലെങ്കി ഉണ്ടല്ലോ വീണ്ടും തല്ലുമല്ലേ. അയ്യോ. മമ്മി, മമ്മി എന്റെ കൈ. ഇത് നോക്കണേ. കണ്ട, ഇത് കണ്ട.
ഒതുക്കോ ഇവിടെ. എല്ലാം കൂടെ കടിച്ച് എന്റെ സൗന്ദര്യം മുഴുവൻ പോവും. ഓ, ഇവർക്ക് ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്തൂടെ? എന്താ പറഞ്ഞത് എനിക്ക് പിടിച്ചില്ലേ? ഒരു AC ഫിറ്റ് ചെയ്ത് തന്നാലോ? എന്താ അത് പാടില്ലേ? എന്നെ പോലുള്ള ആളുകൾ ഇവിടെ വരുമ്പോ അത് തന്നെയാ വേണ്ടത്. കുറച്ചു മുമ്പ് SI മേഡത്തിന്റെ കിട്ടിയത് പോരാൻ തോന്നുന്നു. എന്റെ ബുദ്ധിമോശം. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇതിനെ ഓടിപ്പിച്ച് ഇങ്ങോട്ട് വന്നത്. മമ്മി, അതല്ല ഇപ്പൊ ഇങ്ങനെ വിശന്നിട്ടാണ് വയ്യതാനും. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്താ പോലീസേ. എന്റെ അഹങ്കാരം എല്ലാം പോയി എന്റെ പൊന്ന് സാറേ. ഭയങ്കര വിശപ്പ്. കഴിക്കാൻ എന്തേലും ഒന്ന് വാങ്ങിത്താ. ഓ, അയ്യോ. ഇങ്ങോട്ടാ മമ്മി. വേണെടുത്തിനടി ഓടുന്നു. വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പച്ചവെള്ളം പോലും കിട്ടില്ല. ഇതെന്താ അപ്പാണോ? എന്താ മാഡം അപ്പം കഴിക്കില്ലേ? എനിക്കിങ്ങ് വേണ്ട. എടുത്ത് കഴിക്കടി. ഇല്ലെങ്കിലോ? ഇനി താ മമ്മി. മതി. നശിപ്പിച്ച് ഭക്ഷണം എടുത്ത് എറിയുന്നോ? എടുത്ത് കഴിക്കടി. ഇല്ല, ഈ അപ്പം എനിക്ക് വേണ്ട. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവാ. നീ ഇത് കഴിക്കും. ഇല്ല, കഴിക്കില്ല. ഭക്ഷണം പാഴാക്കുന്നോ? എടുത്ത് കഴിക്കടി. ഇല്ല, ഞാൻ കഴിക്കില്ല. നീ കഴിക്കില്ലല്ലേ? വേണ്ട. ഇനി എന്നെ തല്ലിയ വിവരം അറിയും. ആ ഭക്ഷണം എടുത്ത് കഴിക്കടി. ഇല്ല, എടുക്കില്ല. എടി എടുക്കാൻ, കഴിക്കാൻ. അയ്യോ, മോളെ, നമ്മളെ പെട്ടുപോയി. അതെടുത്തങ്ങ് കഴിക്കാൻ വെറുതെ തല്ലു മേടിക്കാതെ. എടുക്കടി. അതെടുക്കാൻ. അവിടെ പോയിരിക്കേ. കഴിക്കേ. മോളെ, ഇത് നമ്മുടെ മോശം സമയം. കഴിക്കാനാ വെറുതെ തല്ലു മേടിക്കാതെ കഴിക്കും. ഇത് മുഴുവൻ കഴിക്കണം. ബാക്കി വെച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കും. കഴിക്കടി. വാ. എനിക്ക് ജനിക്കാൻ പോകുന്ന മോളെ സ്വപ്നത്തിൽ കാണിച്ചെന്നതല്ലേ?